ഹേ ഗായ്സ്, വെൽക്കം ടു ഷാനോസ് ഇഗിഗായ്. അപ്പോൾ ഇന്ന് ഞാനൊരു സ്റ്റൈലിംഗ് വ്ളോഗായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് എല്ലാവർക്കും അറിയാം സ്റ്റൈലിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ്. നമ്മൾ സ്റ്റൈൽ ചെയ്യുമ്പോഴാണ് നമുക്ക് വേറൊരു ലുക്ക് വരുന്നത്. നമുക്കിപ്പോൾ ഏതൊരു ഡ്രസ്സും സിമ്പിളായിട്ട് ഇടാം, പക്ഷെ അതിനെ ചെറുതായിട്ടൊന്ന് സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേറൊരു ലുക്കേ വരുത്താൻ സാധിക്കും. അപ്പോൾ ഇപ്പോൾ ഞാനിട്ടുള്ളത് ഒരു സിമ്പിൾ ഒരു മാക്സി ഡ്രസ്സാണ്, സിമ്പിളായിട്ടുള്ളൊരു ഡ്രസ്സാണ്. അപ്പോൾ ആക്ച്വലി ഇത് നമുക്ക് ഓഫീസ് വിയർ ആയിട്ടും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ കാഷ്വൽ വെയർ ആയിട്ട് യൂസ് ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ പാർട്ടി വെയർ ആയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം. സിമ്പിൾ ആയിട്ടുള്ള ഈ ഒരു ഡ്രസ്സ് നമ്മളിപ്പോൾ ഒരു ഗ്രോസറി ഷോപ്പിങ്ങിന് പോവുകയാണ്, ജസ്റ്റ് ഹെയർ ടൈ ചെയ്തിട്ട് നമുക്ക് അങ്ങനെ പോവാം. ഇതേ സെയിം ഡ്രസ്സ് നമുക്ക് ഒരു ഹൈ ലെവൽ പാർട്ടിക്കോ അല്ലെങ്കിൽ വെഡ്ഡിങ് ഫംഗ്ഷന് വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്റ്റൈലിങ്ങിനെ പറ്റിയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലും സ്റ്റൈൽ ചെയ്യാറ് നെക്ക് പീസസ് വെച്ചിട്ടാണ്. ഇയറിങ്സ് വെച്ചിട്ട് കുറവാണ്, കാരണം എനിക്കെപ്പോഴും കുഞ്ഞ് ഇയറിങ്സ് ആണ് ഇഷ്ടം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാം എന്താണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളിൽ കുറച്ച് നെക്ക് പീസസ് ഉണ്ട്. ഫസ്റ്റ് തന്നെ ഞാൻ ഈ ഒരു നെക്ക് പീസ് വെച്ചിട്ടാണ് സ്റ്റൈൽ ചെയ്യാൻ പോകുന്നത്. ഇതൊരു ക്യൂട്ട് ഫ്ലോറൽ നെക്ക് പീസാണ്, നോക്കിയേ. അപ്പം യെസ്, ഇപ്പം തന്നെ ഒരു ലുക്ക് ചെറുതായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. പിന്നെ ഇതിപ്പോൾ ഭയങ്കരമായിട്ട് ക്യൂട്ട്, അതായത് ഇതിൻ്റെ തന്നെ ഷെയ്ഡിൽ വരുന്നതാണ്. നമുക്ക് കോൺട്രാസ്റ്റ് ആയിട്ടും നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റൈൽ ചെയ്യാം. മോണോക്രോമാറ്റിക് ആയിട്ടും സ്റ്റൈൽ ചെയ്യാം. അപ്പോൾ കോൺട്രാസ്റ്റ് ആയിട്ട് നമ്മൾ എന്താ പറയുക, സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ ഇട്ടിട്ടുള്ള ഔട്ട്ഫിറ്റിൻ്റെ ഓപ്പോസിറ്റ് ലൈക്ക് ഒരു ബ്രൈറ്റ് ആയിട്ട് കാണിക്കുന്ന ഷെയ്ഡ് വേണം നമ്മൾ യൂസ് ചെയ്യാം. മോണോക്രോമാറ്റിക് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ആ ഒരു സെയിം ഷെയ്ഡിൽ വരുന്ന സംഭവമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. ഇങ്ങനെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇതൊരു റിച്ച് ഒരു ക്ലാസി ലുക്കാണ് വരുന്നത്. അതും മറ്റേതും ഒരു ഐ പ്രിഫർ, ഇങ്ങനെയാണ് ഞാൻ കൂടുതലും പ്രിഫർ ചെയ്യാറ്. അപ്പോൾ ഈ ഒരു നെക്ക് പീസിൽക്ക് ഭയങ്കരമായിട്ട് അട്രാക്ഷൻ തോന്നിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ ഹെയർ എന്ത് ചെയ്യണം, ഇങ്ങനെ അഴിച്ചിടാം. ഇപ്പോൾ അഴിച്ചിടരുത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഹെയർ ജസ്റ്റ് ഒന്നൊരു ലോ പോണിറ്റയിൽ കെട്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, രണ്ടൊരു ചെറിയ കുഞ്ഞൊരു ഹെയർ നമുക്ക് മുന്നിലോട്ട് ഇടാം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ ഇടാം, അതല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇടാം. ഓക്കെ, എന്നിട്ട് രണ്ട് ഹെയർ നമ്മൾ ഇടുക. എന്നിട്ട് ഓക്കെ, സോ ദിസ് ഈസ് ദ ഫസ്റ്റ് ലുക്ക്. ഈ ലുക്ക് വേറെ തന്നെ. ഇനി ഒരു ഹീൽസ് ഇട്ട് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലുക്ക് വരുന്നത്. അപ്പോൾ ആദ്യത്തിൽ നിന്ന് ആ ലുക്കേ മാറി അല്ലേ. അപ്പോൾ ഇതിലിപ്പോൾ കുറച്ചും കൂടി ഒരു അട്രാക്ഷൻ കൊടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ മുടി ഇടാണ്ട് നമ്മൾ നമ്മളൊന്ന് ഇങ്ങനെ നമ്മൾ ഇതാക്കിയിട്ട് അതുപോലെ പോണിറ്റയിൽ ഇട്ടാം. അപ്പം നമ്മൾ പാസ് ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നും. ഓക്കെ, അപ്പോൾ ഇതാണ് ഫസ്റ്റ് വൺ. നമുക്ക് നെക്സ്റ്റ് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മാല ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ഞാൻ ലിങ്ക് അയച്ചു തരുന്നതായിരിക്കും. കുറച്ചൊരു ബ്രോഡ് കൈൻഡ് ഓഫ് നെക്ക് പീസാണ് ഇതാണ് വരുന്നത്. അപ്പോൾ ഇത് വെച്ച് നമുക്കൊന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഇങ്ങനെ സ്റ്റൈൽ ചെയ്യുമ്പോൾ നമ്മൾ നെക്ക് കുറച്ചൊന്ന് ഇങ്ങനെ ഇറക്കി ഇടണം. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ സെയിം ഹെയർ സ്റ്റൈൽ വേണമെങ്കിൽ പരീക്ഷിക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ വേറൊരു ഹെയർ സ്റ്റൈലും കൂടി ഞാൻ പറയാം. അതായത് നമ്മൾ സൈഡ് എടുത്ത് ചെയ്യുക, എന്നിട്ട് ഈ ഒരു ഏരിയ, ഐ ഡോണ്ട് ഹാവ് എനി സ്ലൈഡ് നൗ, ഈ ഒരു ഇങ്ങോട്ടേക്ക് ഹെയർ ഇട്ടിട്ട് ഇവിടെ എങ്ങനെ, ലെറ്റ് മീ ചെക്ക് സ്ലൈഡ് ഉണ്ടോ നോക്കിയിട്ട് വരാം. ഐ ഗോട്ട് എ സ്ലൈഡ്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഹെയർ ഇങ്ങനെയോ അല്ലെങ്കിൽ ബ്രൈഡൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ ജസ്റ്റ് കുത്തിയിട്ട് എല്ലാം ഒരു സൈഡിലേക്ക് ഇടാം. ഹെയർ എല്ലാം സൈഡ് ചെയ്ത് വെക്കുക. ഓക്കെ, സോ ഈ ഒരു ലുക്ക് നമുക്ക് ചെയ്യാം. ഭയങ്കര ഒരു ക്ലാസി ലുക്കായിട്ടുണ്ട്. ഇനി വേറെ തന്നെ നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ഒരു ക്യൂട്ട് ലുക്കിൽ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഹെയർ കുറച്ച് മേലത്തെ ഒരു ഹെയർ മാത്രം എടുത്തിട്ട് ഇങ്ങനത്തെ ക്യൂട്ട് ക്ലിപ്സ് ഇങ്ങനെ ചെയ്യുക. ഓക്കെ, കാണുന്നുണ്ടോ എന്ന് അറിയില്ല, എൻ്റെ ഷോർട്ട് ഹെയർ ആയ കാരണം ഇതിൻ്റെ നീളം കുറച്ച് കൂടുതലാണ്. അതായത് ഇങ്ങനെ ഒരു ക്ലിപ്പ് ചെയ്യാം, എന്നിട്ട് ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ കൂടെ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ ഇതാണ് വേറെ ഒന്നെന്ന് പറയുന്നത്. ഓക്കെ, ഉണ്ടെങ്കിൽ ഈ ഒരു സൈഡിലേക്ക് എടുക്കുക. നമ്മൾ ഹെയർ മൊത്തം നമ്മൾ ഈ ഒരു സൈഡിലേക്ക് എടുത്തിട്ട് എന്ത് ചെയ്യാന്ന് പറയാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ പ്രോപ്പർ പിന്നില്ല, എന്നാലും ഞാൻ കാണിക്കുകയാണ്. ഇങ്ങനെ വെച്ചിട്ട് ഓക്കെ, അതായത് നമ്മൾ ഈ സൈഡിലേക്ക് എടുക്കണം. ഹെയർ മൊത്തം ഈ സൈഡിലേക്ക് എടുത്തിട്ട് ഇങ്ങനെയും ഒരു സ്റ്റൈൽ ചെയ്യാൻ വേണമെങ്കിൽ, ഇങ്ങനെ മുടി ഇടണമെങ്കിൽ ഇടാം,
അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഒരു എന്താ പറയുക റോസ് എൻ്റെ ഇല്ല അല്ലേ, ഒരു ഫ്ലവറൊക്കെ ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയും ചെയ്യാം. നമുക്കൊരു ഹെയർ സ്റ്റൈൽ വരുന്നത് ഇങ്ങനെയാണ്. ഓക്കെ, വേറെ അഴിച്ചിടും ചെയ്യാം. ഓക്കെ, വരുന്നത് അതിലാണ് നമ്മൾ നെക്ക് പീസ് എടുക്കുന്നത്. ഇങ്ങനെ സിൽവറിൽ വരുന്ന ഒരു സംഭവമാണ്. യെസ്, ഈ ഒരു നെക്ക് പീസ് വരുമ്പോഴത്തേക്കും വേറൊരു ലുക്കാണ് ഇതിൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ എങ്ങനെ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ മെസ്സി ബണ്ണാണ്. ഓക്കെ, ഹൈ മെസ്സി ബൺ, അതായത് നമ്മൾ ഹെയർ മൊത്തം മേപ്പോട്ട് എടുക്കണം. ഇപ്പോൾ ഹെയർ റീസെൻ്റായിട്ട് മിഞ്ഞാന്നാണ് കട്ട് ചെയ്തത്, അപ്പോൾ അതിൻ്റെ ഒരു താഴോട്ടൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര മെസ്സി ആയിട്ട് ഇങ്ങനെയുള്ളൊരു ഹെയർ ബണ്ണാണ് ചെയ്യേണ്ടത്. ഓക്കെ ഓക്കെ, നൗ ഐ ടെൽ യു ഇങ്ങനെയുള്ള ഹെയർ സ്റ്റൈൽ ചെയ്യാനുള്ള കാരണം എന്താണ് എന്നുള്ളതും കൂടി ഞാൻ പറയാം. നമ്മളിതിൽ കുറച്ച് ഹാങ്ങിങ്സ് കാണുന്നുണ്ട് അല്ലേ, അപ്പോൾ ഇതും നമ്മുടെ ഹെയറും കൂടി വരുമ്പോൾ അതൊരു ലൈക്ക് ലെറ്റ്സ് അട്രാക്റ്റീവ് ആയിട്ടാണ് വരിക. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും ഇതുള്ളത് ഈ ഒരു ഹാങ്ങിങ്സ് ഉള്ളത് കാരണം കൊണ്ടും നമ്മൾ ഇങ്ങനെ ഒരു ലുക്കാണ് നമുക്ക് വരുന്നത്. അപ്പോൾ നമ്മൾ നല്ല തടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മെലിഞ്ഞറായിട്ട് തോന്നും, കാരണം നമ്മളെ ഫേസ് ഭയങ്കര ഫീച്ചേർഡായിട്ട് തോന്നും. ഓക്കെ, സോ ദിസ് ഈസ് അനദർ സ്റ്റൈൽ. ഇനി ഇതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, വേറൊരു സ്റ്റൈലും കൂടി ചെയ്യാം. ആൻഡ് ഇതാ ഇങ്ങനെ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പഫ് ചെയ്തിട്ട് കൈ കൊണ്ട് തന്നെ നമ്മൾ ജസ്റ്റ് പഫ് ചെയ്യുക, വേറെ പഫൊന്നും വെക്കാണ്ട് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, മുടയാനുള്ള എൻ്റെ മുടിയില്ല, നമ്മൾ മുടയില്ല ഇങ്ങനെ മുടഞ്ഞ് ചെയ്തിട്ട് ഇങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല ലോങ് ഹെയർ ഒക്കെ ആണെങ്കിൽ പകുതി വരെ മുടഞ്ഞിട്ട് കഴിഞ്ഞാൽ അതും ഒരു ഭംഗിയുണ്ടാവും. സോ ഇനി നമ്മൾ ലാസ്റ്റ് ഒരു നെക്ക് പീസ് വെച്ചിട്ട് ഇതാ, നമ്മളൊരു വെഡ്ഡിങ് ഫങ്ഷനൊക്കെ പോവുകയാണ് എന്നുണ്ടെങ്കിൽ, വെഡ്ഡിങ് പാർട്ടിക്കൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ നെക്ക് പീസ് ചെയ്യാൻ പറ്റും. ഈ നെക്ക് പീസ് ചെയ്ത് ആക്ച്വലി ഇവിടെ പൊട്ടിയിട്ടുള്ള എനിക്ക് അത്ര അങ്ങോട്ട് പ്രോപ്പറായിട്ട് കാണിക്കാൻ പറ്റുന്നില്ല. ഈ ഒരു ലുക്കിൽ നമ്മളൊരു ഹെവി പാർട്ടിക്കാണ് പോകുന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ മുടി അഴിച്ചിട്ടിട്ടും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ മുടി ഫുൾ പോണിടൈൽ മേപ്പോട്ട് കെട്ടിയിട്ട് ചെയ്യാം, പോണിടൈലോ അല്ലെങ്കിൽ ഇങ്ങനെയും ചെയ്യാം. ഓക്കെ, എങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാം. അത് നമ്മളെ ഫേസിന് ഏതാണോ മാച്ച് ആവുന്ന രീതിയിൽ ചെയ്യാം. അപ്പോൾ ഒരു ഹൈ ലൈക്ക് കുറച്ചൊരു ഹെവി ആയതുകൊണ്ട് തന്നെ നമുക്ക് മേലോട്ട് മുടി കെട്ടി കഴിഞ്ഞാൽ കുറച്ചും കൂടി അട്രാക്റ്റീവ് ആവും. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. അപ്പോഴും നിങ്ങൾ ഒരു കാര്യം ആലോചിക്കുക, നമ്മളുടെ ഡ്രസ്സിനേക്കാൾ ഇമ്പോർട്ടൻസ് നമ്മളതെങ്ങനെ സ്റ്റൈൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മളതിൻ്റെ ഓർണമെൻറ്റ്സ്, ഹെയർ സ്റ്റൈല്, ലിപ്സ്റ്റിക് ഷെയ്ഡ്, അതൊക്കെ വെച്ചിട്ടാണ് നമ്മളുടെ ഒരു എന്താ പറയുക ഔട്ട് കിട്ടുന്നത്. അപ്പോൾ വെറും ജസ്റ്റ് ഒരു ഡ്രസ്സ് മാത്രമല്ല, ഡ്രസ്സിൻ്റെ കൂടെ സ്റ്റൈൽ ചെയ്യുന്നതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നിങ്ങൾ ഇനി ഒരു ഒക്കേഷന് പോകുമ്പോൾ നിങ്ങൾ അതൊക്കെ ശ്രദ്ധിക്കുക, എന്നിട്ട് കിടലനായിട്ട് പോവുക. ബൈ ബൈ.